19/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഏതുപോലെ ബാബ്ദാദ രണ്ടുപേരും നിരഹങ്കാരിയാണ്, ദേഹി അഭിമാനിയാണ്. അതുപോലെ ഫോളോ ഫാദർ ചെയ്യൂ, എങ്കിൽ സദാ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ചോദ്യം: ഉയർന്ന പദവിയുടെ പ്രാപ്തിക്കായി ഏതൊരു ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്? ഉത്തരം: ഉയർന്ന പദവി നേടണമെങ്കിൽ ഈ ജാഗ്രത വെക്കണം. മനസ്സുകൊണ്ടുപോലും ആർക്കും എന്നിലൂടെ ദുഃഖം ഉണ്ടാകരുത്. ഏതൊരു സാഹചര്യത്തിലും ക്രോധം വരരുത്. ബാബയുടേതായ ശേഷം ബാബയുടെ കാര്യത്തിൽ ഈ രുദ്രയജ്ഞത്തിൽ വിഘ്നരൂപമാകരുത്. അഥവാ ആരെങ്കിലും മുഖത്തിലൂടെ ബാബ ബാബ എന്ന് പറയുകയും പെരുമാറ്റം റോയൽ അല്ലാതിരിക്കുകയും ആണെങ്കിൽ ഉയർന്ന പദവി ലഭിക്കുക സാധ്യമല്ല. ഓം ശാന്തി. കുട്ടികൾ നല്ല രീതിയിൽ അറിയുന്നു, ബാബയിൽ നിന്നും തീർച്ചയായും സമ്പത്ത് നേടണം. എങ്ങനെ? ശ്രീമത്തിലൂടെ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഒരേ ഒരു ഗീതാശാസ്ത്രത്തിലാണ് ശ്രീമദ് ഭഗവാൻ ഉവാച എന്നുള്ളത്. ഭഗവാൻ സർവരുടെയും പിതാവാണ്. ശ്രീമദ് ഭഗവാൻ ഉവാച. അപ്പോൾ തീർച്ചയായും ഭഗവാൻ വന്ന് ശ്രേഷ്ഠമാക്കിയിട്ടുണ്ടാകണം. അതിനാലാണല്ലോ ആ ഒന്നിൻ്റെ മഹിമയുള്ളത്. ശ്രീമദ് ഭഗവത്ഗീത എന്നാൽ ശ്രീമദ് ഭഗവാൻ ഉവാച. ഭഗവാൻ തീർച്ചയായും ഉയർന്നതിലും ഉയർന്നവനാണ്. ശ്രീമതവും ആ ഒരേ ഒരു ശാസ്ത്രത്തിലാണ് പാടപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു ശാസ്ത്രത്തിലും ശ്രീമദ് ഭഗവാൻ ഉവാച ഇല്ല. ശ്രീമദ് ആരുടേതാണ് ആയിരിക്കേണ്ടത്? അത് എഴുതുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിലെന്തുകൊണ്ട് തെറ്റുണ്ടായി? അതും ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. രാവണ രാജ്യം ആരംഭിക്കുമ്പോൾ തന്നെ രാവണ മതമനുസരിച്ച് നടക്കാൻ തുടങ്ങുന്നു. ആദ്യം കടുത്തതിലും കടുത്ത തെറ്റ് ഈ രാവണ മതത്തിലുള്ളവർ തന്നെയാണ് ചെയ്തത്. രാവണന്റെ ചാട്ടയടി കൊള്ളുന്നു. ശങ്കർ പ്രേരകനാണ് എന്നും ബോംബും മറ്റും ഉണ്ടാക്കിച്ചു എന്നും പറയുന്നു. അതുപോലെ 5 വികാരങ്ങളാകുന്ന രാവണൻ മനുഷ്യനെ പതീതമാക്കുന്നതിന് പ്രേരകമാണ്. അതിനാലാണ് പതീത പാവന വരൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പതീത പാവനൻ ഒന്ന് തന്നെയായില്ലേ? പതീതമാക്കുന്നവൻ ഒരാളാണ്, പാവനമാക്കുന്നവൻ മറ്റൊരാളാണ് എന്നത് ഇതിലൂടെ സിദ്ധമാക്കുന്നു. രണ്ടും ഒരാളാവുക സാധ്യമല്ല. ഈ കാര്യങ്ങൾ നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച്. എല്ലാവർക്കും നിശ്ചയമുണ്ട് എന്ന് മനസ്സിലാക്കരുത്. നമ്പർ വാറാണ്. എത്രത്തോളം നിശ്ചയമുണ്ടോ അത്രയും സന്തോഷം വർദ്ധിക്കുന്നു. ബാബയുടെ മതമനുസരിച്ച് നടക്കേണ്ടതുണ്ട്. ശ്രീമത്ത് അനുസരിച്ച് നമുക്ക് ഈ സ്വരാജ്യ പദം നേടണം. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിന് കാലതാമസം ഉണ്ടാകുന്നില്ല. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു. മമ്മയെ ബാബയെ ഫോളോ ചെയ്യുന്നു. എങ്ങനെയാണോ അവർ തനിക്ക് സമാനമാക്കാനുള്ള സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ എന്ത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മമ്മയും ബാബയും എന്ത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിരുന്നു, ശിവബാബയും ബ്രഹ്മദാദയും രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ ഏറ്റവും സമീപത്താണ് എന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹത്തിൻ്റെ തന്നെ സമ്പൂർണ്ണ രൂപമാണ് സൂക്ഷ്മവദനത്തിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായും ഇദ്ദേഹം തീവ്രമായിരിക്കും. എന്നാൽ ബാബ ഏതുപോലെ നിരഹങ്കാരിയാണ്, ദേഹി അഭിമാനിയാണ്, അതേപോലെ ഈ ദാദയും നിരഹങ്കാരിയാണ്. പറയുന്നു, ശിവ് ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊണ്ടിരിക്കുന്നത്. മുരളി നടക്കുമ്പോൾ ബാബ സ്വയം പറയുന്നു, ശിവ് ബാബ ഇദ്ദേഹത്തിലൂടെ
കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കൂ. ഈ ബ്രഹ്മാവും തീർച്ചയായും കേൾക്കുന്നുണ്ടാകും. ഇദ്ദേഹം കേൾക്കാതിരിക്കുകയും കേൾപ്പിക്കാതിരിക്കുകയുമാണെങ്കിൽ ഉയർന്ന പദവി എങ്ങനെ നേടും? എന്നാൽ തൻ്റെ ദേഹാഭിമാനം ഉപേക്ഷിച്ച് പറയുന്നു, ശിവബാബ തന്നെയാണ് കേൾപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ. ഞാൻ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു, ശിവബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ഇദ്ദേഹമാണെങ്കിൽ പതീത അവസ്ഥ പാസ് ചെയ്തു കഴിഞ്ഞു. മമ്മയാണെങ്കിൽ കുമാരിയായിരുന്നു. മമ്മയും ഉയരങ്ങളിൽ പോയി. കുമാരിമാരായ നിങ്ങളും മമ്മയെ ഫോളോ ചെയ്യൂ. ഗൃഹസ്ഥികൾ ബാബയെ ഫോളോ ചെയ്യേണ്ടതാണ്. ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ പതീതമാണ്, എനിക്ക് പാവനമാകണം. മുഖ്യമായ കാര്യം ബാബ പഠിപ്പിച്ചത് ഓർമ്മയുടെ യാത്രയാണ്. ഇതിൽ ദേഹാഭിമാനം ഉണ്ടായിരിക്കുവാൻ പാടില്ല. ശരി, ആർക്കെങ്കിലും മുരളി കേൾപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. യാത്രയിലിരുന്നു കൊണ്ട് മുരളി കേൾപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ യാത്ര മറന്നു പോകുന്നു എങ്കിലും സാരമില്ല, മുരളി കേൾപ്പിച്ച ശേഷം യാത്രയിൽ മുഴുകൂ. കാരണം അത് ശബ്ദത്തിനുപരി വാനപ്രസ്ഥ അവസ്ഥയാണ്. മുഖ്യമായ കാര്യമാണ് ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം, ചക്രത്തെ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. ആർക്കും ദുഃഖം നൽകരുത്. ബാബയെ ഓർമ്മിക്കൂ എന്നത് മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് യാത്ര. മനുഷ്യൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു. അജ്ഞാനകാലത്തിൽ ആരും സ്വർഗത്തെ ഓർമ്മിക്കുന്നില്ല. സ്വർഗത്തെ ഓർമ്മിക്കുക എന്നാൽ ഇവിടെ നിന്നും മരിക്കുക എന്നാണ്. ഇങ്ങനെ ആരും ഓർമ്മിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ബാബ പറയുന്നു, എത്രത്തോളം നിങ്ങൾ ഓർമ്മിക്കുമോ അത്രയും സന്തോഷത്തിൻ്റെ രസം കയറും, സമ്പത്ത് ഓർമ്മ വരും. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും ഹർഷിതമായിരിക്കും. ബാബയെ ഓർമ്മിക്കാത്തതിലൂടെ കുഴങ്ങിപ്പോകുന്നു, ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും സമയം ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ബാബ പ്രിയതമ്മയുടെയും പ്രിയതമ്മൻ്റെയും ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ തൊഴിൽ ചെയ്യുകയാണ് എങ്കിലും, ചർക്ക കറക്കുകയാണ് എങ്കിൽ പോലും അവരുടെ മുന്നിൽ പ്രിയതമ്മൻ വന്ന് നിൽക്കുന്നു. പ്രിയതമ്മ പ്രിയതമ്മനെ ഓർമ്മിക്കുന്നു. പ്രിയതമൻ പിന്നെ പ്രിയതമ്മയെ ഓർമ്മിക്കുന്നു. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബയ്ക്കാണെങ്കിൽ നിങ്ങളെ ഓർമ്മിക്കേണ്ടതില്ല. ബാബ സർവരുടെയും പ്രിയതമനാണ്. കുട്ടികളായ നിങ്ങൾ എഴുതുന്നു, ബാബ താങ്കൾ ഞങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ? ആരാണോ സർവരുടെയും പ്രിയതമൻ, ആ ഒന്ന് പ്രിയതമമാരായ നിങ്ങളെ എങ്ങനെ ഓർമ്മിക്കാൻ സാധിക്കും? സാധ്യമല്ല. അത് പ്രിയതമൻ തന്നെയാണ്. പ്രിയതമ ആവുക സാധ്യമല്ല. നിങ്ങൾക്ക് തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ആ പ്രിയതമൻ്റെ പ്രിയതമ ആകണം. അഥവാ ആ ഒന്ന് പ്രിയതമ ആവുകയാണെങ്കിൽ എത്ര പേരെ ഓർമ്മിക്കും? ഇത് സാധ്യമല്ല. പറയുന്നു, ആരെയെങ്കിലും ഓർമ്മിക്കുവാനായി എൻ്റെ മേൽ പാപങ്ങളുടെ ഭാരമൊന്നുമില്ല. നിങ്ങളുടെ മേലാണ് ഭാരമുള്ളത്. ബാബയെ ഓർമ്മിക്കുകയില്ലെങ്കിൽ പാപങ്ങളുടെ ഭാരം ഇറങ്ങുകയില്ല. അല്ലാതെ എനിക്ക് എന്തിന് ആരെയാണ് ഓർമ്മിക്കേണ്ടി വരിക? ഓർമ്മിക്കേണ്ടത് ആത്മാക്കളായ നിങ്ങൾക്കാണ്. എത്ര ഓർമ്മിക്കുമോ അത്രയും പുണ്യ ആത്മാവാകും, പാപമില്ലാതാകും. വലിയ ലക്ഷ്യമാണ്. ദേഹി അഭിമാനി ആകുന്നതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ഈ നോളജ് മുഴുവൻ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ത്രികാലദർശിയായിരിക്കുന്നു. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് മുഴുവൻ ചക്രവും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ലൈറ്റ് ഹൗസ് ആണല്ലോ. ഓരോരുത്തർക്കും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള
വഴി പറഞ്ഞു കൊടുക്കുന്നവരാണ്. ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. തീർച്ചയായും നമ്മൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ് എന്നത് അറിയുന്നുണ്ട്. ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. നമ്മൾ ആക്ടേഴ്സാണ്. ഈ ചിന്തനം ബുദ്ധിയിൽ നടന്നുകൊണ്ടിരിക്കട്ടെ, എങ്കിൽ ലഹരി കയറും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആദ്യം മുതൽ അന്ത്യം വരെ നിങ്ങൾക്ക് പാർട്ടുണ്ട്. ഇപ്പോൾ കർമാതീത അവസ്ഥയിലേക്ക് തീർച്ചയായും പോകണം. പിന്നീട് ഗോൾഡൻ ഏജിൽ വരണം. ഈ ഈണത്തിലിരുന്ന് തൻ്റെ മംഗളം ചെയ്യണം. കേവലം പണ്ഡിതനാകരുത്. മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും സ്വയം ആ അവസ്ഥ ഇല്ലാതിരിക്കുകയുമാണെങ്കിൽ പ്രഭാവം പതിയുകയില്ല. സ്വന്തം പുരുഷാർത്ഥവും ചെയ്യണം. ബാബയും പറയുന്നു, അതായത് ബ്രഹ്മാവും പറയുന്നു, ഞാനും ഓർമ്മിക്കുവാനായി ശ്രമിക്കുന്നു. ചിലപ്പോൾ മായയുടെ കൊടുങ്കാറ്റ് ഈ വിധം വരും. അത് ബുദ്ധിയുടെ യോഗത്തെ വേർപെടുത്തുന്നു. വളരെയധികം കുട്ടികൾ ചാർട്ട് അയച്ചു തരുന്നു. ഇവർ എന്നേക്കാൾ തീവ്രമായി പോകുന്നു എന്ന് അത്ഭുതപ്പെടുന്നു. ഒരു പക്ഷേ വേഗത വരുമ്പോൾ ചാർട്ട് എഴുതുന്നതിൽ മുഴുകുന്നു. എന്നാൽ അഥവാ ഇങ്ങനെ തീവ്രമായി ഓടുകയാണെങ്കിൽ നമ്പർ 1 പോകണമായിരുന്നു. പക്ഷേ അല്ല, അവർ കേവലം ചാർട്ട് എഴുതുന്നത് വരെയുള്ളൂ. ബാബ ഇത്രയും പേരെ തനിക്ക് സമാനമാക്കി എന്നെഴുതുന്നില്ല. പിന്നെ അവരും എഴുതണം, ബാബ നമുക്ക് ഇന്ന ആൾ ഈ വഴി പറഞ്ഞു തന്നു എന്ന്. ഇങ്ങനെയുള്ള സമാചാരം വരുന്നില്ല. അപ്പോൾ ബാബ എന്ത് മനസ്സിലാക്കും? കേവലം ചാർട്ട് അയക്കുന്നത് കൊണ്ട് കാര്യം നടക്കുന്നില്ല. തനിക്ക് സമാനവും ആക്കണം. രൂപും ബസന്തും രണ്ടുമാകണം. ഇല്ലെങ്കിൽ ബാബ് സമാനായില്ല. രൂപം ബസന്തും ആക്യുറേറ്റായി ആകണം. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ദേഹാഭിമാനം കൊല്ലുന്നു. രാവണൻ ദേഹാഭിമാനിയാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനിയാകുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം മായാരാവണൻ ദേഹാഭിമാനിയാക്കുന്നു. ദേഹി അഭിമാനിയാണെങ്കിൽ വളരെ മധുരമായി മാറുന്നു. ഇപ്പോൾ ആരും സമ്പൂർണമായിട്ടില്ല. അതിനാൽ ബാബ എല്ലായ്പ്പോഴും പറയുന്നു, ആരുടെയും മനസ്സിനെ അതൃപ്തമാക്കരുത്, ദുഃഖം നൽകരുത്. സർവർക്കും ബാബയുടെ പരിചയം നൽകൂ. സംസാരിക്കുന്നതിനും വളരെ വലിയ റോയൽറ്റി ആവശ്യമാണ്. ഈശ്വരീയ സന്താനത്തിൻ്റെ മുഖത്തു നിന്നും സദാ രത്നങ്ങളാണ് വരേണ്ടത്. നിങ്ങൾ മനുഷ്യർക്ക് ജീവദാനം നൽകുന്നു. വഴി പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിങ്ങൾ പരമാത്മാവിൻ്റെ കുട്ടികളാണല്ലോ. ആ ഒന്നിൽ നിന്നും നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കണം. പിന്നെ ഇപ്പോൾ അതെന്തുകൊണ്ടില്ല? ഓർമ്മിക്കൂ, തീർച്ചയായും ബാബയിൽ നിന്നും സമ്പത്ത് ലഭിച്ചിരുന്നല്ലോ. നിങ്ങൾ ഭാരതവാസികൾ ദേവീ ദേവന്മാരായിരുന്നു. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങളെടുത്തത്. നമ്മൾ തന്നെയാണ് ലക്ഷ്മി നാരായണൻ്റെ കുലത്തിലായിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. സ്വയം കുറഞ്ഞവരായി എന്തിനു മനസ്സിലാക്കണം? ബാബ എല്ലാവരും ആവുകയില്ല എന്ന് അഥവാ പറയുകയാണെങ്കിൽ ബാബ മനസ്സിലാക്കും, ഇവർ ഈ കുലത്തിലേതല്ല. ഇപ്പോൾ മുതൽ തന്നെ ചഞ്ചലമാകുവാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ബാബ 21 ജന്മങ്ങളുടെ പ്രാപ്തി ശേഖരിപ്പിച്ചു, അതനുഭവിച്ചു. പിന്നെ സമാപ്തമാകുവാൻ തുടങ്ങി. തുരുമ്പ് കയറി കയറി തമോ പ്രധാനവും കവടി തുല്യവുമായി. ഭാരതം തന്നെയാണ് 100% സോൾവെൻ്റ് ആയിരുന്നത്. ഇവർക്ക് ഈ സമ്പത്ത് എവിടെ നിന്നും ലഭിച്ചു? ആക്ടേഴ്സിന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത്. മനുഷ്യർ തന്നെയാണ് ആക്ടേഴ്സ്. ഈ ലക്ഷ്മി നാരായണന് ചക്രവർത്തി പദം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നത് അവർ അറിയേണ്ടതാണ്. എത്ര നല്ല നല്ല പോയിന്റ്സ് ആണ്. തീർച്ചയായും കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഈ രാജ്യഭാഗ്യം നേടിയിട്ടുണ്ടാകും. ബാബ തന്നെയാണ് പതീത പാവനൻ. ബാബ പറയുന്നു,
ഞാൻ നിങ്ങൾക്ക് കർമ്മം, അകർമ്മം, വികർമ്മങ്ങളുടെ ഗതി മനസ്സിലാക്കിച്ചു തരുന്നു. രാവണ രാജ്യത്തിൽ മനുഷ്യൻ്റെ കർമ്മം വികർമ്മമാകുന്നു. അവിടെ സത്യയുഗത്തിൽ നിങ്ങളുടെ കർമ്മം അകർമ്മമാണ്. അതാണ് ദേവതാ സൃഷ്ടി. ഞാൻ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും എനിക്ക് സംഗമത്തിൽ വരേണ്ടി വരും. ഇതാണ് രാവണ രാജ്യം, അതാണ് ഈശ്വരീയ രാജ്യം. ഈശ്വരൻ ഇപ്പോൾ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈശ്വരൻ്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതവാസികൾ തന്നെയാണ് സോൾവെൻ്റ് ആയിരുന്നത്, ഇപ്പോൾ ഇൻസോൾവെൻ്റ് ആയിരിക്കുന്നു. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതിൽ വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. എല്ലാവരുടെയും വൃക്ഷം അവരവരുടേതാണ്. വെറൈറ്റി വൃക്ഷമാണല്ലോ. ദേവതാധർമ്മത്തിലുള്ളവർ തന്നെ വീണ്ടും ദേവതാധർമ്മത്തിലേക്ക് വരും. ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർ തങ്ങളുടെ ധർമ്മത്തിൽ സന്തുഷ്ടരാണ്. മറ്റുള്ളവരെയും തങ്ങളുടെ ധർമ്മത്തിലേക്ക് വലിച്ചിരിക്കുകയാണ്. ഭാരതവാസികൾ തങ്ങളുടെ ധർമ്മത്തെ മറന്നത് കാരണം ആ ധർമ്മം നല്ലതാണ് എന്ന് മനസ്സിലാക്കി പോയി കളയുന്നു. വിദേശത്ത് ജോലിക്ക് വേണ്ടി എത്ര പേർ പോകുന്നു? കാരണം അവിടെ ധാരാളം സമ്പാദ്യമുണ്ട്. ഡ്രാമ വളരെ വണ്ടർഫുള്ളായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ മനസ്സിലാക്കാൻ നല്ല ബുദ്ധി ആവശ്യമാണ്. വിചാരസാഗര മഥനം ചെയ്യുന്നതിലൂടെ എല്ലാം മനസ്സിലാക്കും. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട അനാദി ഡ്രാമയാണ്. കുട്ടികളായ നിങ്ങൾ തനിക്ക് സമാനം സദാ സുഖമുള്ളവരാക്കി മാറ്റണം. പതീതരെ പാവനമാക്കുക എന്നത് നിങ്ങളുടെ തൊഴിലാണ്. എങ്ങനെയാണോ ബാബയുടെ തൊഴിൽ, അതേപോലെ തന്നെയാണ് നിങ്ങളുടേതും. നിങ്ങളുടെ മുഖം സദാ ദേവതമാരെ പോലെ സന്തോഷത്താൽ ഹർഷിതമായിരിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. നിങ്ങളാണ് ലവ്ലി ചിൽഡ്രൻ. ക്രോധത്തിൻ്റെ മേൽ വളരെ ജാഗ്രത പുലർത്തണം. ബാബ വന്നിരിക്കുകയാണ് കുട്ടികൾക്ക് സുഖത്തിൻ്റെ സമ്പത്ത് നൽകാൻ. സ്വർഗത്തിൻ്റെ വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ബാബ സുഖം നൽകുന്നവനും ദുഃഖം ഹരിക്കുന്നവനുമാണ്. നിങ്ങളും സുഖം നൽകുന്നവരാകണം. ആർക്കും ദുഃഖം നൽകുവാൻ പാടില്ല. ദുഃഖം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശിക്ഷ 100 മടങ്ങ് വർദ്ധിക്കും. ആർക്കും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കില്ല. കുട്ടികൾക്ക് വേണ്ടി വിശേഷിച്ച് കോടതി കൂടുന്നു. ബാബ പറയുന്നു, നിങ്ങൾ വിഘ്നമിടുകയാണെങ്കിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കും. കൽപ്പകൽപ്പാന്തരങ്ങളിൽ നിങ്ങൾ സാക്ഷാത്കാരം കാണും. ഇന്നയാൾ ഇന്നതാകും എന്ന് മുൻപ് കാണുമായിരുന്നു. അപ്പോൾ കേൾപ്പിക്കാതിരിക്കുവാനായി ബാബ വിലക്കിയിരുന്നു. അന്തിമത്തിൽ ആക്യുറേറ്റായി അറിയുവാൻ കഴിയും. മുന്നോട്ട് പോകവേ ശക്തമായി സാക്ഷാത്കാരമുണ്ടാകും. അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ആബു വരെ ക്യൂ ഉണ്ടാകും. ബാബയുമായി ആർക്കും കൂടിക്കാഴ്ച നടത്തുവാൻ സാധിക്കില്ല. ഹേ പ്രഭു, നിന്റെ ലീല എന്ന് പറയും. ഇതും പാടപ്പെട്ടിരിക്കുകയാണല്ലോ. വിദ്വാൻമാർ, പണ്ഡിതന്മാർ തുടങ്ങിയവരും പിന്നാലെ വരും. അവരുടെ സിംഹാസനവും കുലുങ്ങും. കുട്ടികളായ നിങ്ങളാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലിരിക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഇങ്ങനെയുള്ള സ്നേഹസ്മരണകൾ ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്. എത്ര നിങ്ങൾ ഓർമ്മിക്കുന്നോ അത്രയും നിങ്ങൾ സ്നേഹം നേടുന്നു. വികർമ്മം വിനാശമാകുന്നു, ധാരണയും ഉണ്ടാകുന്നു. കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെ രസം കയറിയിരിക്കേണ്ടതാണ്. ആര് വന്നാലും അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. പരിധിയില്ലാത്ത സമ്പത്ത് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നേടണം. കുറഞ്ഞ കാര്യമാണോ? ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യണം. ശരി, മധുരമധുരമായ സിഖിലതെ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്.
ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സംസാരിക്കുന്നതിലും നടക്കുന്നതിലും വളരെയധികം റോയൽ ആകണം. മുഖത്ത് നിന്നും സദാ രത്നങ്ങൾ പുറപ്പെടുവിക്കണം. തനിക്ക് സമ്മാനം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ആരുടെയും മനസ്സിനെ വിഷമിപ്പിക്കരുത്. ക്രോധത്തിൻ്റെ മേൽ വളരെയധികം ജാഗ്രത പുലർത്തണം. മുഖം സദാ ദേവതമാരെ പോലെ ഹർഷിതമാക്കി വയ്ക്കണം. സ്വയം തന്നെ ജ്ഞാനത്തിലൂടെയും യോഗബലത്തിലൂടെയും ദേവതയാക്കി മാറ്റണം. വരദാനം: പവർഫുൾ ദർപ്പണത്തിലൂടെ സർവർക്കും സ്വയം തൻ്റെ സാക്ഷാത്കാരം നൽകുന്ന സാക്ഷാത്കാരമൂർത്തിയായി ഭവിക്കട്ടെ. ഏതുപോലെ ദർപ്പണം, അതായത് കണ്ണാടിയുടെ മുന്നിൽ ആര് തന്നെ പോയാലും അവർക്ക് സ്വയം തൻ്റെ സ്പഷ്ടമായ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. എന്നാൽ അഥവാ ദർപ്പണം പവർഫുൾ അല്ലെങ്കിൽ റിയൽ രൂപത്തിന് പകരം മറ്റു രൂപങ്ങൾ കാണപ്പെടുന്നു. മെലിഞ്ഞതായിരിക്കും, തടിച്ചതായി കാണപ്പെടും. അതിനാൽ എല്ലാവർക്കും സ്വയം തങ്ങളുടെ സാക്ഷാത്കാരം കാണാൻ കഴിയും വിധം താങ്കൾ പവർഫുൾ ദർപ്പണം ആയി മാറൂ. അതായത് താങ്കളുടെ മുന്നിൽ വരുമ്പോൾ തന്നെ ദേഹത്തെ മറന്ന് തൻ്റെ ദേഹി രൂപത്തിൽ സ്ഥിതി ചെയ്യണം. വാസ്തവിക സർവീസ് ഇതാണ്. ഇതിലൂടെ ജയ ജയ ഘോഷം ഉണ്ടാകും. സ്ലോഗൻ: ശിക്ഷണങ്ങളെ സ്വരൂപത്തിൽ കൊണ്ടുവരുന്നവർ തന്നെയാണ് ജ്ഞാനസ്വരൂപവും സ്നേഹസ്വരൂപവുമായ ആത്മാവ്. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവുമായിരിക്കൂ. ബാബയിൽ നിശ്ചയമുണ്ട്, എന്നാൽ സ്വയം തന്നിലും നിശ്ചയബുദ്ധിയായി കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ പിന്നെ വിജയം തന്നെ വിജയമാണ്. വിജയത്തിന് മുന്നിൽ സമസ്യ ഒന്നും തന്നെയല്ല. പിന്നെ അത് സമസ്യയായി ഫീൽ ചെയ്യുകയില്ല, മറിച്ച് കളിയായി ഫീൽ ചെയ്യും. കളി സന്തോഷത്തോടെയാണ് കളിക്കപ്പെടുന്നത്. ഏതെങ്കിലും കാര്യം സഹജമാണെങ്കിൽ ഇത് ഇടത് കൈകൊണ്ടുള്ള കളിയാണ് എന്ന് പറയാറുണ്ട്. അതായത് സഹജമാണ് എന്നർത്ഥം. അപ്പോൾ ഇതും ബുദ്ധിയുടെ കളിയായി മാറും. കളിയിൽ ഭയപ്പെടുകയില്ല. ഓം ശാന്തി. ഓം ശാന്തി എന്ന ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥസ്വരൂപമായി ഞാൻ മാറുന്നു. നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയായ എൻ്റെ നൈസർഗികമായ ഗുണം ശാന്തിയാണ്. ഞാൻ ശാന്തസ്വരൂപ ആത്മാവായി ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്വാഭാവികമായി എൻ്റെ മനസ്സ് ശാന്തി സാഗരമായ ശിവപരമാത്മാവിലേക്ക് ആകർഷിതമാകുന്നു. സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങളുടെ ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ഞാൻ എൻ്റെ സ്വഗ്രഹമായ ശാന്തിധാമത്തിൽ എത്തിച്ചേരുന്നു. ശാന്തി സാഗരനായ ശിവപരമാത്മാവിൽ മനസ്സും ബുദ്ധിയും
ഏകാഗ്രമാക്കി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനായ ബാബയുമായി മനസ്സുകൊണ്ട് ഏകീഭവിക്കുമ്പോൾ ഒന്നിൻ്റെ സ്മൃതിയിൽ ലയിച്ച് ചേരുമ്പോൾ അനുപമമായ പരമാത്മാ ശാന്തിയുടെ ഗഹനതയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വരൂപം മാസ്റ്റർ ശാന്തി സാഗരൻ്റേതായി മാറുന്നു. എൻ്റെ അന്തരംഗം ശാന്തിയാൽ സമ്പന്നമായിരിക്കുന്ന ഈ അവസ്ഥയിൽ വിശ്വമംഗളത്തിൻ്റെ സങ്കല്പം എന്നിൽ ഉണരുന്നു. ശാന്തിക്ക് വേണ്ടി ദാഹിക്കുന്ന എൻ്റെ സഹോദര ആത്മാക്കൾക്ക് ബാബയിൽ നിന്നും ലഭിച്ച ശാന്തിയുടെ പ്രകാശധാര, ശാന്തിയുടെ അമൂല്യ ഖജനാവ് ഞാൻ ദാനം ചെയ്യുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ അലൗകിക ദിവ്യ പ്രകാശം അശാന്തരായ ആത്മാക്കളെ സ്പർശിക്കുമ്പോൾ അവരും ഈശ്വരീയ ശാന്തിയാൽ സമ്പന്നമായി മാറട്ടെ.